അവർക്ക് നമസ്കാരം. കുറേ പേരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്ത് ചെയ്യേ, അമ്മയുടെ കാര്യമൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ അമ്മ ഒന്ന് ശരിയാവട്ടെ എന്നോർത്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അമ്മയെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അകത്ത് കറണ്ടില്ല, അതുകൊണ്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പം മഴയില്ല, അകത്ത് കറണ്ടും ഇല്ല. മഴ പെയ്താൽ ഞങ്ങളിപ്പോൾ കയറിപ്പോകും കേട്ടോ അകത്ത്. ഒത്തിരി പേര് വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അല്ലാണ്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല, കൈ മാറ്റിയിട്ട് ഓക്കെ ആയി. ഓക്കെ ആയി. എന്തൊക്കെയായിരുന്നു നമ്മ അനുഭവിച്ചേ? ഇനി എന്തൊക്കെയാ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ പിന്നെന്താ എന്തൊക്കെയായിരുന്നു നമ്മ അനുഭവിച്ചെന്ന് പറഞ്ഞു കൊടുത്തത്? എല്ലാവരും പറയാനില്ല, പറയാൻ പറ്റിയ ഒരുപാട് പറയണം. പറഞ്ഞോ? എങ്ങനെ പറയുന്നു? അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. എന്നോട് എല്ലാവരും പറയാം, അമ്മയ്ക്ക് ഈ ഫുഡ് കൊടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കുറേ പേര് വിളിച്ചു. കരിക്ക് കുടിച്ചില്ല, ഇന്നലെ മാത്രം കുടിച്ചില്ല. ആരും ഇല്ലായിരുന്നല്ലോ എടുത്തു തരാൻ. അതായത് 3 ദിവസമായിട്ടുള്ള കുടിക്കാൻ തുടങ്ങിയിട്ട്, അതായി പറയുന്നത് കേട്ടോ. കരിക്ക് കുടിക്കുന്നുണ്ട്, മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ട്. ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. തൂത്തുവാരുന്നൊന്നും ഞാൻ ചെയ്യുന്നില്ല. അമ്മയുടെ ഇനി ഇവിടെ ജോലി ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എനിക്ക് സ്വമേധയാ തോന്നുന്നു ഞാൻ വെറുതെ ഇരിക്കുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വഴക്ക് മൊത്തം അമ്മയോട് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങ് ചൂലും കയ്യിലങ്ങ് എടുക്കും, പിന്നെ അങ്ങ് താത്തു പോകും, പിടിച്ചു മേടിക്കും. പലർക്കും പല വിധത്തിലാണ്. ഇതും എന്താണെന്ന് എനിക്കറിയാം. ഛർദിലായിരുന്നു. ഛർദിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഉരുളച്ചോറ് കഴിക്കാൻ പറ്റത്തില്ല. വായിലിടുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഛർദിക്കുന്നത്. ഛർദിയിലും പ്രഷർ കൂടുതലും, എണ്ണിച്ച് നടക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്ക്. അത് ഒരു 7 ദിവസം തുടർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ മരുന്നിൻ്റെ ബലത്തിൽ അതങ്ങ് നിന്നു. ഇതൊക്കെയുള്ളൂ പറയാൻ. പറയാൻ എന്താ പറയുന്നത് എന്നെക്കുറിച്ച്? ഈ നടക്കുമ്പോഴൊരുമാതിരി വെച്ചൊരു വശത്തോട്ട്, വലത്ത് വശത്തോട്ട് അങ്ങ് പോകും, ഇടത്ത് വശത്തോട്ട് അങ്ങ് പോകും, മുന്നോട്ട് പോകും. അതെവിടെയെങ്കിലും നിന്നങ്ങ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എവിടെയെങ്കിലും മരത്തിൻ്റെ മണ്ടയ്ക്കോ ദൂരോട്ടോ വല്ലതും നോക്കി നടക്കുകയാണെങ്കിൽ കണിച്ച് ഞാൻ വീഴും. അത്രയും എനിക്കറിയാം. പിന്നെ കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ബാത്റൂമിലൊക്കെ വീഴാതെ. അതാണ് പ്രശ്നം. വീഴാൻ പോവുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ചെറുതായിട്ട് 2 വീഴ്ച വീണത് സാരമില്ലാതെ പിടിച്ച് എണ്ണിച്ചു. ഒളിച്ചും പാത്തും പണി ചെയ്യുക, എന്നിട്ട് എൻ്റെ വായിരിക്കുന്ന കേക്ക്. ഞാനും അമ്മയും കൂടെ എപ്പോഴും ഒച്ചപ്പാടാണ്. അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പണി ചെയ്തില്ലെങ്കിൽ അങ്ങ് എന്തോ ഒരു വലിയ പ്രശ്നമാണ്. ഇന്നിപ്പോൾ സോഡിയം ചെക്ക് ചെയ്യാൻ പോകണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് സോഡിയം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പം ദിവസവും പോയിട്ട് പ്രഷറോ സോഡിയമോ ഇങ്ങനെ മാറി മാറി ചെക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഒന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും പേടിയാണ്. അപ്പോൾ എനിക്കിനി നാളെ ഒന്ന് ആശുപത്രിയിൽ പോകണം. അപ്പോൾ മണിയണ്ണനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മണിയണ്ണൻ വരും, മണിയണ്ണൻ ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ പോകുമ്പം പിന്നെ ഞാനിവിടെ ഉണ്ട്, എനിക്കൊരു സമാധാനമാണ്. ഇനി ഞാൻ പോയി കഴിയുമ്പോൾ എന്താ അവസ്ഥ തരത്തില്ല. രാവിലെ എണീറ്റ് വന്നപ്പോഴേ അമ്മ പറഞ്ഞത് സുലോമയ്ക്ക് ഒരു ചെറിയൊരു പനിക്കോള് പോലെ ഉണ്ടെന്നൊക്കെ ആയിരുന്നു. ഉണ്ടോ? വെയിൽ പുറത്തല്ലേ അമ്മ, എന്തിനാ പുറത്തിറങ്ങുന്നത്? ചുമ്മാ ഇറങ്ങി നടക്കുക. എനിക്ക് വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു, ഞാൻ ഒന്ന് നടന്നിട്ട് വരാം. നീ തെറ്റിക്കിടക്കുന്നതിനകത്തൊക്കെ ആയിരുന്നു നടക്കുന്നത്. ഇപ്പം പിന്നെ വെയിലായതുകൊണ്ട് വലിയ തെറ്റലോ കാര്യമൊന്നുമില്ല. നമ്മുടെ മൈക്കില്ലാത്തതുകൊണ്ട് കേട്ടോ, അമ്മയുടെ സൗണ്ടിനെ കാര്യമായിട്ട് കേൾക്കാൻ പറ്റാത്തുള്ള രീതിയിൽ. അങ്ങനെ അമ്മ ഇരുന്ന് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ വീഡിയോയിലൊന്നും. പിന്നെന്തോണ്ട്? പിന്നെന്തോ വിശേഷമൊന്നുമില്ല. എത്ര പേര് അന്വേഷിച്ചെന്നറിയോ? ഈ വിഷമമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ ചുമ്മാ വിഷമിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല, സന്തോഷം അവർക്ക് എപ്പോഴും ഇഷ്ടം. ആണോ? അങ്ങനൊന്നുമില്ല. അവർ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ ഉണ്ട്. നമ്മൾ സങ്കടം ഈ വിഷമങ്ങളൊക്കെ പറയുന്നത്. സന്തോഷം പറഞ്ഞാൽ മതി. സന്തോഷം വരട്ടെ. ഓണത്തിന് ഞാൻ കറങ്ങാൻ പോകണം. അമ്മയുടെ വലിയ ഇഷ്ടമാണ് ഈ ഉത്രാടച്ചന്ത. എല്ലാ വർഷവും അണ്ണാണി ഇവിടെ ഉള്ളപ്പോൾ അണ്ണാണി അമ്മയും കൂടെ ഉത്രാടച്ചന്ത പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പോകും. പക്ഷെ അമ്മ ബൈക്കിലിരുന്ന് അണ്ണാണ്ട് കൂടെ ഒരു ഉത്രാടച്ചന്തയുണ്ട്. അങ്ങനെ കാര്യമായിട്ട് ഇപ്പോൾ ബൈക്കേ വിടൽ കുറവാണ്. ബൈക്കേ വിട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് വീഴുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അങ്ങനെ ബൈക്കേ പോകാറുള്ളൂ കേട്ടോ. കാറും ഇപ്പോൾ സർവീസിന് കൊടുത്തേക്കുക. അതിന് കിട്ടുമ്പോൾ അടുത്തില്ല. അവിടെ ഇരുന്നു. പൊന്നാണോ? പിന്നെ തീരെ വേറെ എങ്ങും ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചൂട് ഭയങ്കര. ഒന്ന് ഈ നീല ടാർപ്പേൻ്റെ കളറും കാണും.
എല്ലാവരും അമ്മ എന്താ പിന്നെ ഇവർ പറയുന്നത് അതായത് ഇപ്പോഴിപ്പോൾ അമ്മ വീണ്ടും വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് വായിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി പേര് അമ്മ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പേര് പറഞ്ഞു തന്നു എന്തൊക്കെ ഫുഡ് കഴിക്കണം, എങ്ങനെയാണ്, എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല അലർജി ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലൊക്കെ ഒന്നും കഴിക്കാൻ നടക്കുക. ഓരൊക്കെ പറ അലർജി ഉള്ളതുകൊണ്ട് എല്ലാ ആഹാരവും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ കരിക്കുന്ന പോലെ. പിന്നെ കരിക്കും വെള്ളം എങ്ങനെയോ അങ്ങ് ഭാഗ്യത്തിന് അത് കുഴിച്ചു പറ്റി പഠിച്ചു. അത് ആദ്യമൊക്കെ വലിയ പത്തായിരുന്നു, പിന്നെ കുഴപ്പമില്ലാതെ അതൊന്നും ഉപ്പ് കൂട്ടുന്നില്ല. ഉപ്പ് ശകലം കൂട്ടും, അത് മറ്റേ കളറുള്ള ഉപ്പ്, ഇന്ദുപ്പ്, അതേ ഒരു ശകലം ഇടുന്നല്ലാതെ ഉപ്പൊന്നും കഴിക്കുന്നില്ല. ഉപ്പ് പറ്റത്തില്ല, പഞ്ചസാര പറ്റത്തില്ല, എണ്ണ പറ്റത്തില്ല, ഒരുമാതിരി പച്ചക്കറികളൊന്നും പറ്റത്തില്ല, ഇറച്ചി പറ്റത്തില്ല, മീൻ പറ്റത്തില്ല. ഏതോ കുറച്ച് ആവുന്നതിന് മുമ്പേ എടുക്കുന്നു, എണ്ണ അധികം ഒഴിക്കാതെ വേവിക്കുന്ന പോലെ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ഒന്നും പറ്റത്തില്ല, ഒരുപാട് പച്ചക്കറികൾ പറ്റത്തില്ല, പാല് പറ്റത്തില്ല, മുട്ട പറ്റത്തില്ല. ഇതൊന്നും അല്ലാണ്ട് പിന്നെ എന്തോ കഴിക്കാൻ. ഇലയാഹാരം പറ്റത്തില്ല. ഇലയാഹാരം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ജോയിൻസ് മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ജോയിൻറ്റുകളിലൊക്കെ ഭയങ്കര വേദനയാണ്. പിന്നെ എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. മോരുകറി പോലും കൂട്ടുകയില്ല. മോരുകറി കൂട്ടിയാൽ ചുമയ്ക്കുമെന്നുള്ള പേടി. പകുതി അമ്മയുടെ പേടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഞാൻ അന്ന് മോര് കൂട്ടേണ്ടത് രാത്രി മൊത്തം കൊടുത്തു. എന്തെങ്കിലും ഒരു സാധനം പറ്റത്തില്ല എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ അമ്മ കഴിക്കത്തില്ല. അമ്മയ്ക്ക് നല്ല പേടിയാണ് അത്. പിന്നെ അവന് കഞ്ഞിക്ക് വെള്ളം വെച്ചതല്ലാണ്ട് വേറെ പരിപാടി ഒന്നും നടന്നിട്ടില്ല. ഇടൂന് പരീക്ഷയാണ്, നാളെ കൂടെ ഉണ്ട്. 10 മണിയായി. ഇടൂന് പരീക്ഷ നാളെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അവധിയായി. പിന്നെ ഒന്നും അത്തപ്പൂക്കളം ഇടാനോ ഒന്നും പറ്റിയിട്ടില്ല, തിരക്കും കാര്യങ്ങളും കൊണ്ട്. നാളെ അതുപോലെ എനിക്കിനി ആശുപത്രിയിൽ പോകണം. പോവാണോ? അവിടെ ഇരിക്കും 5 മിനിറ്റ്, ഞാൻ ഇപ്പം വരാതെ. അതായത് അമ്മയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ചാച്ചി പിടിച്ചോണ്ട് വന്ന, അണ്ണാണി പിടിച്ചു എന്ന് അവകാശപ്പെടുന്ന അച്ചാച്ചി പിടിച്ച മീൻ വേറൊരാളെ കാണിച്ചു തരട്ടെ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ കാണുന്നു. ചേച്ചി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതെ, വേ പൊറുക്കണോ കൂടവേ പൊറുക്കണോ. ഇതെങ്ങനെയാണ് നീ എന്നെ ഇരുന്ന് ഞോണ്ടാറില്ലേ? എങ്ങനെയാണ് എനിക്ക് ഇത്രയും കഴിവ് വന്നേ? എന്തൊക്കെ കഴിവുകളാ എൻ്റെ അണ്ണാണിക്ക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ? ഇടച്ചങ്ങ് ചാടുക. ഹായ് കല്ലോങ്ങാലി. അയ്യോ, ഇതൊക്കെ ഇപ്പൊ ഇപ്പോഴും ആറ്റിലുണ്ടോ? കണ്ടിട്ട് എത്ര കാലമായി? അല്ല, കല്ലോങ്ങാലി എത്ര അങ്ങനെ കിട്ടലേ ഇല്ല, വീശിയല്ലേ കൂടുതലും കിട്ടുന്നത്, വലയിൽ അങ്ങനെ കുറവല്ലേ? ഹായ് കല്ലോങ്ങാലി. ഞങ്ങളല്ല അച്ചാച്ചി. ഏതെണ്ണാണ് എന്നെ കിടൂ? ഇപ്പൊ ചോദിക്കും ഏതച്ചാ? അതെനിക്കറിഞ്ഞൂടാ. ഇവരിങ്ങനെയാ, അച്ചാച്ചി അണ്ണാണി മീൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചിക്ക് മറ്റേ പെരുന്തച്ചനീകം ഇളകും. പിന്നെ അന്ന് അച്ചാച്ചി പോയി കുറെ മീൻ പിടിച്ചോണ്ട് വരും. ഇപ്പൊ എന്നും മീൻ കിട്ടുന്നുണ്ട്. വെച്ച് കെട്ടി. ആരാ ഇത്? ധാരാ ഇത്? ഓ, കുറേ മരുന്നൊക്കെ ഉണ്ട്, സമയത്ത് കൊടുക്കണം. ഇപ്പോൾ ഉറങ്ങും. ഉറക്കമായിരുന്നു, വിശക്കുന്നുണ്ടാവും. പാല് നേർപ്പിച്ച് കൊടുക്കണം. മറ്റേ ക്യാരറ്റും മത്തങ്ങയും മുട്ടയും കൂടെ പുഴുങ്ങിയത്. പിന്നെ വയറിളക്കം ഇല്ലെങ്കിൽ ബീട്രൂട്ടും കൂടി ആഡ് ചെയ്യുക അതിനകത്ത്. പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്ന മറ്റേ വേറെന്തൊരു സാധനത്തിൻ്റെ മറ്റേ പ്രോബയോട്ടിക് അത് പറഞ്ഞിട്ടുണ്ട്. സെലാക്കൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്, ചെറിയ പിള്ളേർക്കുള്ളതെന്നാണ് പറഞ്ഞത്.
അങ്ങോട്ടൊന്ന് നോക്കിയേ. നീ ഇന്ന് കുഞ്ഞാവനെ നോക്കാത്ത എന്താ? ഞാനല്ലേ ആശുപത്രിക്ക് കൊണ്ടുപോയി, അതിൻ്റെ ആയിരിക്കും. രണ്ട് ഇഞ്ചക്ഷൻ കിട്ടി, പക്ഷെ ഇഞ്ചക്ഷൻ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഇഞ്ചക്ഷൻ വെച്ചേക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വീർത്ത് വരുവാണെങ്കിലും കാര്യമാക്കണ്ട. എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടില്ല, പൊട്ടിയാൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു. വീർത്തിട്ടൊന്നുമില്ല. അമ്മണിയെ എന്തുവാ? അയ്യോ തല മൊത്തം പായല. കഴുത്തലെ കഴുക്ക് നോക്കി മൊത്തം പായല. ഇന്ന് കുഞ്ഞാവയ്ക്ക് പോകേണ്ടതാണ്, പക്ഷേ അവൻ രാവിലെ പോകുന്നുള്ളൂ. കുഞ്ഞാവ ഒരു 3 ദിവസത്തേക്ക് ഒരു വഴി വരെ പോവുകയാണ്. അപ്പം പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ചോറ് വെക്കാനുള്ള വിറക് സാധനങ്ങൾ എല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. കുറേ നേരമായിട്ട് വിറക് വെട്ടിക്കീറുമായിരുന്നു. എല്ലാം ഇവിടെ എൻ്റെ കയ്യെത്തുന്ന രീതിയിലെല്ലാം ആക്കി വെച്ചിട്ടാട്ടോ പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. നല്ല രീതിയിൽ നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നാളെ നമ്മുടെ ഒരു പട്ടിക്കുഞ്ഞ്, നമ്മൾ ആ റോഡിൽ നിന്ന് കിട്ടിയ പട്ടിക്കുഞ്ഞില്ലേ, ഒരാൾ കൊല്ലത്തിന് പോവാണ് നാളെ. അപ്പം നാളെ അതിൻ്റെ ഒന്ന് കൊണ്ട് പത്തനംതിട്ട വരെ കൊടുക്കണം. നമുക്ക് എന്തായാലും പത്തനംതിട്ട വഴി വരെ പോകണം. അപ്പോൾ അവനെ കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ്. വിശേഷങ്ങളൊക്കെ പറയാം, കുറേ വിശേഷങ്ങൾ. അപ്പം തന്നെ 3 ദിവസത്തേക്ക് കുഞ്ഞാവില്ല. നാളെ എനിക്ക് ആര് കരിക്ക് വെട്ടിത്തരുമോ? നമ്മൾ ഡെയിലി കരിക്ക് കുടിക്കും കേട്ടോ. ദിവസവും പണിക്കിടയ്ക്ക് കരിക്ക് 1, 2, 3 ഒക്കെ ഇങ്ങനെ വെട്ടി കുടിക്കും. അതൊരു അനുഗ്രഹമാട്ടോ. വേറൊരാളവിടെ കിടക്കുന്ന നോക്കി മലന്ന്. അത് 2 കൈകളാണ് നിങ്ങൾ കാണുന്നത്, 2 കൈകൾ. ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്. ഇത് ഭയങ്കര പാവാ. ഇതാണ് അയച്ചോട്ടെങ്ങും പോകാത്ത. ഒരു കറക്കം കറങ്ങി അവിടെ അരക്കല്ലേ വന്നിരുന്നോളൂ. ഒരാൾ അവിടെ കിടന്ന് കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. കുരുത്തക്കെട്ട പെണ്ണായിട്ട്. ഇതാണ് ഞങ്ങളുടെ അമ്മണി. അങ്ങനത്തെ ബാക്കിയുള്ള കൊച്ചിലൊരെണ്ണം. നദി കുഞ്ഞാ മതിയാടാ. അത് ഞാൻ എടുത്തിട്ടോളാം കുഞ്ഞാ. നീ വെട്ടിക്കൊതി വെച്ചേക്കുമല്ലേ, ഇത് തന്നെ ധാരാളം. 3 ദിവസത്തേക്കല്ലേ പോന്നേ? ഇവൻ്റെ മുഖം കണ്ടിട്ട് പൊട്ടനും പോയി ചെട്ടനും പോയി ബോട്ട് കിട്ടി അയലേസ്. എങ്ങോട്ട് നോക്കിയേ? സന്തോഷമാണോ സങ്കടമാണോ? ഇങ്ങോട്ട് നോക്കിയേ. എടാ കള്ളാ, നിനക്ക് സന്തോഷമല്ലടാ. തലമുടി വെട്ടി വെച്ചേക്കണം നോക്കിക്കേണ്ട. ഓറേൻ്റെ മുടി പോലെ ആക്കി പുറവശം. ഇവ ഹിന്ദിയിൽ പറഞ്ഞ് പുറയിലും മുടി വെട്ടല്ലേന്ന്, പക്ഷെ അവർ നല്ല രീതിയിൽ വെട്ടി ഞാൻ കൊടുത്ത്. പായൽ പോയത് കണ്ടോ? ഇതിപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. പായൽ നല്ലോണം പോയില്ലേ?